ഹലോ എവ്രിബഡി, എല്ലാവർക്കും നമസ്കാരം. കുറേ ആയല്ലോ അല്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറേ ആയി വ്ളോഗ് ചെയ്തിട്ട്, കുറച്ച് തിരക്കായിരുന്നു. അപ്പം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 6 months മേലെയായി ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ തിരിച്ച് കാനഡയ്ക്ക് പോവുകയാണ്, കുട്ടികളുടെ അടുത്തേക്ക്. അപ്പോൾ 1 year ആയി ഞാൻ അവിടെ പോയി വന്നിട്ട്. അപ്പോൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ അതിനുള്ള പാക്കിംഗ് തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഞാൻ തനിച്ചാണ് പോണത്. എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല, കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. ഒരു 1.5 months ഞാൻ അവിടെ ഉണ്ടാവും. ഇപ്പോൾ കാനഡയിൽ സമ്മറാണല്ലോ, അപ്പം ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ അതിനുള്ള പാക്കിങ് കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഞാൻ കാനഡയിലുള്ള എൻ്റെ വിശേഷങ്ങളും പിന്നെ ട്രാവലും എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിപ്പം ഞങ്ങൾ കാലിക്കറ്റ് SM സ്ട്രീറ്റ് ശങ്കരൻ ബേക്കറിയിൽ വന്നിരിക്കുകയാണ്. ഹൽവ വേണം കുട്ടികൾക്ക്, ചക്ക വറുത്തത് വേണം, പിന്നെ ഇത് സ്വീറ്റ്സ് ഇതില്ലേ ടാപ്പിയോക്ക സ്റ്റിക്സ് ഇല്ലേ, മസാല സ്റ്റിക്സ്, അതൊക്കെ വേണം. അപ്പം നല്ല ഫൈൻ എക്സലൻറ്റ് ചക്ക വറുത്തതാണ് അവിടെ ഉള്ളത്. ഹൽവ അമേസിങ്, ബെസ്റ്റ് ഹൽവ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവയാണത്. എസ്പെഷ്യലി അവരുടെ വീറ്റ് ഹൽവയും ടെൻഡർ കോക്കനട്ട് ഹൽവയും. അപ്പം അത് മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അവിടെ കുറേ ഹൽവയിൽ അവർ ടേസ്റ്റ് ചെയ്യാൻ തരും, അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. ഹൽവ മാത്രമല്ല, പല പലഹാരങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അരിയുണ്ടയുണ്ട്, ചക്ക വരട്ടിയതുണ്ട്, അങ്ങനെ പല പലഹാരങ്ങളും ഉണ്ട്. നല്ല വെയിലായിരുന്നു അന്ന് ടൗണിൽ, ഭയങ്കര വെയിൽ, ഗംഭീര വെയിൽ, കഠിനമായ വെയിലായിരുന്നു. നല്ല ഒത്തൻറ്റിക് കാലിക്കറ്റ് ഹൽവയാണ് കേട്ടോ ശങ്കരൻ ബേക്കറി. അവരുടെ പിന്നെ സ്വീറ്റ്സ് മീൻസ് ചക്ക ചിപ്സ് ആണെങ്കിലും ടാപ്പിയോക്ക സ്റ്റിക്സ് ആണെങ്കിലും എല്ലാം ഇറ്റ്സ് അമേസിങ്, വെരി നൈസ് ക്വാളിറ്റി, നല്ലതാണ്. ഞങ്ങളിങ്ങനെ ഓരോന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ രാത്രി, അന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ചിപ്സൊക്കെ വാങ്ങാൻ പോയത്. ഇതിപ്പം രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് 3:30 അപ്പോൾ ഒരു 11:30 12 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 11:30 ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള ഓൺ ദ വേ ടു എയർപോർട്ട്. രാത്രി ആയത് കാരണം ഒട്ടും റഷ് ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിലെത്തി. കരിപ്പൂരാണ് കേട്ടോ പോകുന്നത്. കരിപ്പൂർ അവിടെ നിന്നാണ് പോകുന്നത്. ഖത്താർ എയർവേസിനാണ് പോകുന്നത്. രാത്രി എയർപോർട്ടൊക്കെ വെൽ ലിറ്റാണ്, ധാരാളം ലൈറ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് മീൻസ് എൻട്രിയാണ്, കടക്കുകയാണ്. എനിക്ക് 23 കിലോൻ്റെ 2 bags, ദാറ്റ് ഈസ് ടോട്ടൽ 46 kilos അലൗഡ് ആയിരുന്നു. അങ്ങനെ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു. വെയിറ്റൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഓൾ ഫൈൻ. ഹാൻഡ് ബാഗേജും ഉണ്ടായിരുന്നു, ബാക്ക് പാക്കും ഉണ്ട്. ഞാൻ വേറെ മീൻസ് പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ലോങ് ട്രാവലിന് എപ്പോഴും ഒരു ബാക്ക് പാക്കാണ് എളുപ്പം, സുഖം, നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാമല്ലോ. ഹാൻഡ് ബാഗേജ് ഞാൻ ചെക്കിൻ്റെ കൂടെ അങ്ങോട്ട് ചെക്ക് ഇൻ ചെയ്തു, ലഗേജിൻ്റെ കൂടെ ചെക്ക് ഇൻ ചെയ്തു. സോ നമുക്ക് വേറെ ഹാൻഡ് ഫ്രീ ആയിട്ട് നടക്കാം. എയർപോർട്ട് 3:30 ഫ്ലൈറ്റാണ്, എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ഉള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ് ഖത്താറിൻ്റെത്. എയർപോർട്ട് വാസ് സോ എംപ്റ്റി, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല കാലിക്കറ്റ് എയർപോർട്ട്. പല ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള 1-2 ഷോപ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നൊരു 4 മണിക്കാണെന്ന് തോന്നുന്നു എല്ലാ ഷോപ്സൊക്കെ തുറക്കുന്നത്.
എയർപോർട്ട് വളരെ എംറ്റി, ഫ്ലൈറ്റ്സ് ഒന്നും വന്നിട്ടും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇതൊരു എംറ്റി. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എയർപോർട്ട്. ഞങ്ങളത് ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ആരുമില്ല. ഈ ഖത്താർ എയർവേസ് ഒരു 2:30-ക്കാണ് കാലിക്കറ്റ് ലാൻഡിങ്. അത് തിരിച്ചു പോകുന്നതാണ് 3:30-ക്ക്. അപ്പോൾ ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ 1 by 1 ആയിട്ട് വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ബോർഡിംഗ് ആണ്. നല്ല മഴയാണ്, നല്ല അതിഗംഭീര മഴയായിരുന്നു കേട്ടോ. അത് ഇതിഹാദാണെന്ന് തോന്നുന്നു, അബുദാബിക്കുള്ള. അബുദാബിക്കുള്ള ഇതിഹാദ് എയർവേസ് ആണിത്. അങ്ങനെ എയർപോർട്ടിൽ എന്താ പറയുന്നത്, അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ വിൻഡോ സീറ്റിലാകുമ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല മഴയാണ്, നല്ല മഴ. ഫുൾ ഫ്ലൈറ്റാണ്. കണ്ടോ മഴ. എന്ത് മഴയാണ്. അതെ, നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് ഫുള്ളി, എന്താ പറയുക, ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ കാലിക്കറ്റിനോട് ബൈ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൊസാണ്ടും സം സ്വീറ്റ്സ്, അതൊക്കെയായിരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഓർക്കുന്നില്ല. ഫ്രഷ് ഫ്രൂട്ട്സ്, യോഗട്ടാണെന്ന് തോന്നുന്നു. യോഗട്ട്, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സും ഒരു സം പാറ്റീസും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നോട്ട് ബാഡ്, കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിപ്പം ഞാൻ ഉറങ്ങി കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഉറങ്ങി. ഒരു 4 hours ഫ്ലൈറ്റ്, കാലിക്കറ്റ് ടു ദോഹ. 4 hours. കുറച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ടത് ഇതായിരുന്നു, ഏർലി മോർണിംഗ് സൺറൈസ്. എൻ്റെ വിങ്സിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സീറ്റ്. അപ്പം ആ വിങ്സാണ് അതവിടെ ഇങ്ങനെ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ മോർണിംഗ് സൺറൈസ്. നല്ല ഒരു വ്യൂ ആയിരുന്നു അത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ലാൻഡിങ് ആയിട്ടുണ്ട്. ഖത്താർ എത്തിയിരിക്കുകയാണ് ഇപ്പം. ടാക്സിങ്. ഇവിടെ ഒരു 2 hours ബ്രേക്കേ ഉള്ളൂ എനിക്ക്. ഖത്താറിൽ ഒരു ജസ്റ്റ് 2 hours ഉള്ളൂ. അത് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ആ ടെർമിനൽ ഗേറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1.5 hours ആവും. അതിൻ്റെ ഇടയിലൊന്ന് ബ്രഷ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആവും. ബാത്റൂമിലെല്ലാം പോയി ഫ്രഷായി ആണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് പോണത്. ഖത്താറിൽ നല്ല ചൂടാണല്ലോ. അപ്പം നല്ല ക്ലിയർ സ്കൈസും, ഭയങ്കര ചൂടാണ്, വെയിലാണ്. നമ്മൾ ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ട്രാൻസിറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതൊരു വേറെ ടെർമിനലാണ്, ടോട്ടലി ഓപ്പോസിറ്റ് സൈഡിലാണ്. കുറേ നടക്കാനുണ്ട്. ലോങ് വാക്കാണ്. ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഒന്ന് ഫ്രഷായി. ഇതൊക്കെ നമ്മൾ ആ ടെർമിനലിലേക്ക് പോകുമ്പം കാണുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്.
ഖത്തർ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി. ഇത് ടെർമിനലിലേക്ക് ഓൺ ദ വേ ടു ദ ടെർമിനലാണ് കേട്ടോ. അവിടേക്കൊന്ന് കറങ്ങി പോവാണ്. ഞാനൊരു 6 months മുന്നേ റവാണ്ടയ്ക്ക് പോയപ്പം സെയിം ഖത്തർ എയർവേസിനാണ് വന്നത്. അപ്പം ഈ ഗാർഡനും ഏരിയ ഒക്കെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുത്തതാണ് കേട്ടോ. ഫുൾ വീഡിയോസ് എടുത്തതാണ്, പിക്ചേഴ്സൊക്കെ എടുത്തിരുന്നു. അപ്പം വീണ്ടും അത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എടുത്തു. സോ അങ്ങനെ നടന്ന് എൻ്റെ ടെർമിനൽ ഗേറ്റിലേക്ക് പോവുമായിരുന്നു. അപ്പം വീണ്ടും കുറേ വീണ്ടും ഡ്യൂട്ടി ഫ്രീ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കയറുന്നുണ്ട്. അതൊരു പ്രോസസ്സാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ നമ്മൾ ഗേറ്റിലേക്ക്. അങ്ങനെ നെക്സ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ ഗേറ്റിലെത്തി. നെക്സ്റ്റ് ഫ്ലൈറ്റാണ് ടൊറൻറ്റോയ്ക്ക്, 13 hour ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാൻ അതൊരു നെക്സ്റ്റ് ഒരു പാർട്ട് 2 ആയിട്ട് എൻ്റെ 13 hour ഫ്ലൈറ്റിൻ്റെത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു.